വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വിൻസൻ എം പോളിനെ വിവരാവകാശ കമ്മീഷണറാക്കിയ സർക്കാർ ശുപാർശ ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. മറ്റ് 5 അംഗങ്ങളുടെ നിയമനവും സ്റ്റേ ചെയ്തു. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. സമീർ, കഴിഞ്ഞ ദിവസമാണ് വിൻസൻ എം പോളിനെ ചെയർമാനാക്കിക്കൊണ്ട് 5 അംഗ സമിതിയെ സർക്കാർ നിയമിച്ചത്. ഇപ്പോഴിതാ ഹൈക്കോടതി അതിന് സ്റ്റേയും നൽകിയിരിക്കുകയാണ്. എന്താണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം? മുഖ്യ വിവരാവകാശ കമ്മീഷണറായി മുൻ വിജിലൻസ് ഡയറക്ടർ കൂടിയായിരുന്ന വിൻസൻ എം പോളിനെ നിയമിക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദം ആയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു വേളയിലാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള വിശ്വനാഥൻ പിള്ള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ചട്ടങ്ങൾക്ക് വിരുദ്ധമായും സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുമാണ് ഈ വിൻസൻ എം പോളിന്റെയും മറ്റും നിയമനം നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സോമനാഥൻ പിള്ള ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കോടതി വാദം കേട്ടിരുന്നു. ആ വേളയിൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും നിയമനവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. അത് ഇന്ന് വീണ്ടും പരിഗണിക്കുകയും അതുമായി ബന്ധപ്പെട്ട നീണ്ടുനിന്ന വാദത്തിനൊടുവിലാണ് ഹൈക്കോടതി ഈ നടപടികളെല്ലാം തന്നെ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് സർക്കാർ വാദിച്ചത്. അതോടൊപ്പം തന്നെ നിയമനം നടത്താനുള്ള ശുപാർശ മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നും സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നീണ്ടുനിന്ന വാദത്തിനൊടുവിൽ സർക്കാരിന്റെ ഈ വിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല, സർക്കാർ ഇതുമായി ഉയർത്തിയിട്ടുള്ള ഈ വാദങ്ങൾ പ്രധാനമായും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ നിയമനങ്ങൾ നടക്കേണ്ടത് ഏപ്രിൽ 26-നാണ്. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചതിനെ കോടതി വിമർശിച്ചു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ നിയമനങ്ങൾ സംബന്ധിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് 5 വിവരാവകാശ കമ്മീഷണർമാരുടെയും നിയമനം സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസുകളെല്ലാം തീർന്നതിന് ശേഷം മാത്രമേ നിയമനം പൂർത്തിയാക്കാവൂ എന്നുള്ള കാര്യമാണ് കോടതി വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾക്ക് വേണ്ടിയും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പരിശോധിക്കുന്നതിന് വേണ്ടി ബുധനാഴ്ച വീണ്ടും ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കും. അഞ്ജു. സമീർ വഴങ്ങോട് വിവരങ്ങൾ നൽകിയത്. PF നിക്ഷേപത്തിന് നികുതി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. പെൻഷൻ സ്കീമിൽ നിക്ഷേപം നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് നികുതി ഏർപ്പെടുത്താത്തതെന്നും മന്ത്രി വിശദീകരിച്ചു. PF പദ്ധതിക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണ് ശുപാർശയെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി. വിരമിക്കുമ്പോൾ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന തുകയിൽ കൈയിട്ട് വാരാനുള്ള ശ്രമമാണിതെന്നും തൊഴിലാളി സംഘടനകൾ ആരോപിച്ച വിവരങ്ങളുമായി സന്തോഷ് സെർലിംഗ് ചേരുകയാണ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, ഈ ഒരു നിർദ്ദേശത്തിനെതിരെ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. സമരമുഖത്തേക്ക് നീങ്ങുമെന്ന സൂചനകൾ പോലും നൽകിയിരുന്നു. എന്നാൽ അതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള സൂചന തന്നെയാണോ ജെയ്റ്റ്ലി വ്യക്തമാക്കിയിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ? അഞ്ജു, പ്രോവിഡന്റ് ഫണ്ടിലെ തുക പിൻവലിക്കുമ്പോൾ നിലവിലെ ചട്ടങ്ങൾ പ്രകാരം ഒരു തരത്തിലുള്ള നികുതിയും ഈടാക്കാറില്ല. ഇതിനു പകരം PF തുകയുടെ 60% പലിശ ഈടാക്കാനാണ് ബഡ്ജറ്റ് പ്രഖ്യാപനം. ഇതിനെതിരെയാണ് തൊഴിലാളി സംഘടന രംഗത്ത് വന്നത്. ഇതിനെ തുടർന്ന് നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന ചില സൂചനകൾ ധനമന്ത്രാലയം നൽകിയിരുന്നു. പക്ഷേ ഈ സൂചനകൾ അരുൺ ജെയ്റ്റ്ലി തള്ളിക്കളഞ്ഞു. PF ഫണ്ടിൽ നികുതി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിൽ മാറ്റമൊന്നുമില്ല. പെൻഷൻ സ്കീമിൽ നിക്ഷേപം നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് ഈ നികുതി കൊണ്ടുവന്നതെന്നും ജെയ്റ്റ്ലി ദില്ലിയിൽ പറയുകയും ചെയ്തു. 15,000-ൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന എല്ലാവർക്കും ഈ നികുതി ബാധകമാവുകയും ചെയ്യും. PF-ന്റെ 60% തുക പെൻഷൻ സ്കീമുകളിൽ നിക്ഷേപിക്കുന്നവർക്കാകട്ടെ നികുതി ഇളവും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വൻ തിരിച്ചടി നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നാണ് തൊഴിലാളി സംഘടനകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പെൻഷൻ ലഭിക്കാത്ത സാധാരണ തൊഴിലാളികൾക്ക് ആശ്വാസമായിരുന്നു പിരിഞ്ഞു പോകുമ്പോൾ ലഭിക്കുന്ന ഈ PF തുക. ഏകദേശം 3.7 കോടി തൊഴിലാളികൾ ഈ PF-ന്റെ അംഗങ്ങളായിട്ടുണ്ട്. മൊത്തം 6.5 ലക്ഷം കോടിയിൽ പരം നിക്ഷേപവും PF-ലുണ്ട്. ഇതിൽ പകുതിയിലേറെ സമ്പാദ്യവും ഇനി തൊഴിലാളികളുടെ പെൻഷൻ സ്കീമിലൂടെ ഓഹരി നിക്ഷേപത്തിലേക്ക് കൈമാറുകയും ചെയ്യും. സന്തോഷ്, തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധങ്ങൾക്കപ്പുറം NDA-ക്കുള്ളിൽ നിന്ന് പോലും പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിട്ടും ധനകാര്യ മന്ത്രാലയം, ഒരുപക്ഷെ ധനമന്ത്രാലയം ഇതുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാമെന്നുള്ള സൂചനകൾ നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ വഴങ്ങാത്തത് അരുൺ ജെയ്റ്റ്ലി ആണ് എന്ന് വേണോ മനസ്സിലാക്കാൻ?
തീർച്ചയായും അഞ്ജു, ബഡ്ജറ്റിന്റെ നികുതി കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ BJP-യിലുള്ള എംപിമാർ അടക്കമുള്ളവർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പാർട്ടിക്കുള്ളിൽ ചൂണ്ടിക്കാട്ടിയതായി അറിവുണ്ട്. അതിനുശേഷം കോൺഗ്രസും CPM, CPI തുടങ്ങിയ ഇടതുപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി തന്നെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. തൊഴിലാളി യൂണിയനുകളിൽ പോലും BMS അടക്കമുള്ള തൊഴിലാളി യൂണിയനുകൾ നിലവിലെ ഈ നികുതി നിർദ്ദേശത്തിനെതിരെയുള്ള പ്രതിഷേധവും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇത് തന്നെയാണ് ജെയ്റ്റ്ലി അറിയിച്ചത്. ഇന്നലെ വൈകുന്നേരം പോലും ഇക്കാര്യത്തിൽ ചില മാറ്റങ്ങൾ ധനമന്ത്രാലയം നടത്തുമെന്ന് സൂചനയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ജെയ്റ്റ്ലി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ പെൻഷൻ സ്കീമിലൂടെ കാര്യങ്ങൾ, ഓഹരി നിക്ഷേപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. വ്യക്തമാണ്. PF തുക പിൻവലിക്കുമ്പോൾ ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി സിനിമാ താരങ്ങളായ ജഗദീഷും സിദ്ദിഖും പട്ടികയിൽ. JSS വിട്ട KK ഷാജു അടൂരിൽ മത്സരിച്ചേക്കും. ജില്ലാതല സ്ഥാനാർത്ഥി നിർണയ സമിതികൾ KPCCക്ക് നൽകിയ സാധ്യതാ പട്ടികയുടെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. സിനിമാ താരങ്ങളായ സിദ്ദിഖിനെ അരൂരിലും ജഗദീഷിനെ പത്തനാപുരത്തും മത്സരിപ്പിക്കാൻ KPCC നേതൃത്വം ആലോചിക്കുന്നു. സിറ്റിംഗ് MLA-മാരെ ആരെയും സാധ്യതാ പട്ടികയിൽ ഒഴിവാക്കിയിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം മണ്ഡലത്തിൽ രമണി P. നായർ, ശരത്ചന്ദ്ര പ്രസാദ്, കരകുളം കൃഷ്ണപിള്ള, MM ഹസൻ എന്നിവരുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. സിറ്റിംഗ് MLA-മാരായ VS ശിവകുമാർ, K. മുരളീധരൻ, N. ശക്തൻ, പാലോട് രവി, വർക്കല കഹാർ, KS ശബരിനാഥ്, MA വാഹിദ് തുടങ്ങിയവർ അതത് മണ്ഡലങ്ങളിലെ പട്ടികയിലുണ്ട്. നേമത്ത് തമ്പാനൂർ രവി, PK വേണുഗോപാൽ, നെയ്യാറ്റിൻകര സനൽ എന്നിവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ VS ശിവകുമാറിന് കൂടാതെ M. വിൻസെന്റിന്റെ പേര് പട്ടികയിലുണ്ട്. ചിറയൻകീഴ് പന്തളം സുധാകരൻ, KS ഗോപകുമാർ എന്നിവരുടെ പേരാണ് പട്ടികയിലുള്ളത്. ഈ സീറ്റ് RSPക്ക് വിട്ടുകൊടുക്കാൻ സാധ്യത നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ചന്ദ്രബാബു മത്സരിക്കും. കൊല്ലം ജില്ലയിൽ പ്രധാന നേതാക്കളെല്ലാം പട്ടികയിലുണ്ട്. ശൂരനാട് രാജശേഖരന്റെയും ബിന്ദുകൃഷ്ണയുടെയും പേര് കൊല്ലം മണ്ഡലത്തിൽ ലിസ്റ്റിലുണ്ട്. കുണ്ടറയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഷാനവാസ് ഖാൻ, R. ചന്ദ്രശേഖരൻ എന്നിവരുടെ പേരുണ്ട്. പത്തനാപുരത്ത് ജഗദീഷ്, PC വിഷ്ണുനാഥ്, ഷാഹിദ കമാൽ എന്നിവരുടെ പേരുകളാണുള്ളത്. പത്തനംതിട്ടയിൽ അടൂർ മണ്ഡലത്തിൽ പന്തളം സുധാകരൻ, JSSൽ നിന്ന് രാജിവെച്ച KK ഷാജു, കോന്നിയിൽ മന്ത്രി അടൂർ പ്രകാശ്, DCC അധ്യക്ഷൻ മോഹൻ രാജ്, ആറന്മുളയിൽ ശിവദാസൻ നായർ, അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ തുടങ്ങിയവരുടെ പേരുകളാണുള്ളത്. സാധ്യതാ പട്ടിക ഇന്നോ നാളെയോ ഹൈക്കമാൻഡിന് കൈമാറും. സിറ്റിംഗ് MLA-മാരുടെയും മന്ത്രിമാരുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യ കേരളത്തിലെ 5 ജില്ലകളിലെ 39 സീറ്റുകളിലേക്കായി 200 പേരടങ്ങുന്ന ജംബോ പട്ടികയാണ് DCCകളിൽ നിന്നും KPCCക്ക് ലഭിച്ചിരിക്കുന്നത്. പുതുപ്പള്ളി ഉൾപ്പെടെ 10 സീറ്റുകളിൽ സിറ്റിംഗ് MLA-മാർ തന്നെ ജനവിധി തേടും. K. ബാബു, CN. ബാലകൃഷ്ണൻ എന്നീ മന്ത്രിമാരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അരൂരിൽ ചലച്ചിത്ര താരം സിദ്ദിഖിന്റെ പേര് പരിഗണനയിലുണ്ട്. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വിവരങ്ങൾ. 39 സീറ്റുകളിലേക്കായി 200ഓളം പേരുകൾ ഉൾപ്പെടുന്ന പട്ടികയാണ് KPCCക്ക് DCCകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല തുടങ്ങി 10 സീറ്റുകളിൽ സിറ്റിംഗ് MLA-മാരുടെ പേരുകൾ തന്നെയാണ് DCCകൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ പറവൂർ, എറണാകുളം, കുന്നത്തുനാട്, ആലുവ, തൃക്കാക്കര, മൂവാറ്റുപുഴ, മാവേലിക്കര എന്നിവിടങ്ങളിലാണ് സിറ്റിംഗ് MLA-മാർ തന്നെ ജനവിധി തേടുന്നത്. 20ഓളം സീറ്റുകളിൽ കടുത്ത തർക്കം നിലനിൽക്കുന്നുണ്ട്. മന്ത്രിമാരായ K. ബാബു, CN. ബാലകൃഷ്ണൻ എന്നിവർക്ക് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടേക്കും. തൃപ്പൂണിത്തുറയിൽ ബാബുവിന് പകരം GCDA ചെയർമാൻ N. വേണുഗോപാലിൻ്റെ പേരിനാണ് മുൻഗണന. വടക്കാഞ്ചേരിയിൽ CN. ബാലകൃഷ്ണന് പകരം അബ്ദുറഹ്മാൻ കുട്ടി, അനിൽ അക്കര, PA മാധവൻ തുടങ്ങി 4 പേരുകളാണ് DCCയുടെ പട്ടികയിലുള്ളത്. കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ, ചെങ്ങന്നൂരിൽ PC വിഷ്ണുനാഥ്, മണലൂരിൽ PA മാധവൻ, തൃശൂരിൽ തേറമ്പിൽ രാമകൃഷ്ണൻ, ഒല്ലൂരിൽ MP വിൻസെന്റ് എന്നീ സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് ലഭിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. മണലൂരിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ മത്സരരംഗത്തുണ്ടാവാനുള്ള സാധ്യതയേറി. ഘടകകക്ഷികൾ മത്സരിച്ച പൂഞ്ഞാർ, അങ്കമാലി, ഏറ്റുമാനൂർ, കുന്നംകുളം എന്നിവ തിരിച്ചുപിടിക്കണമെന്ന് വിവിധ DCCകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്കമാലിയിൽ PT തോമസ്, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ പേരുകൾ DCC നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഹൈക്കമാൻഡ് നോമിനിയായ റോജി M. ജോണിനാണ് സാധ്യത. അരൂരിൽ ചലച്ചിത്ര താരം സിദ്ദീഖിന്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ്, DCC പ്രസിഡന്റുമാരായ റോയ് K. പൗലോസ്, VJ പൗലോസ്, ടോമി കല്ലാനി എന്നിവരുടെ പേരുകൾ പട്ടികയിലുണ്ടെങ്കിലും ഇവർക്ക് സീറ്റ് ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല.
പത്മജ വേണുഗോപാൽ, ഷാനിമോൾ ഉസ്മാൻ, ലതിക സുഭാഷ് തുടങ്ങിയ മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ പേരും ചില മണ്ഡലങ്ങളിൽ പരിഗണനയിലുണ്ട്. ശരാശരി ഓരോ സീറ്റിലേക്കും 4 പേരുകളിലെങ്കിലും DCC നൽകിയ പട്ടികയിലുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക എന്ന വലിയ കടമ്പയാണ് ഇനി KPCC നേതൃത്വത്തിന് മുന്നിലുള്ളത്. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ലോകത്തുണ്ടായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പുതിയ ബഡ്ജറ്റിനെ വിലയിരുത്തുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബഡ്ജറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ്. പ്രത്യക്ഷ നികുതി 1060 കോടി രൂപയുടെ ഇളവ് അനുവദിക്കുമ്പോൾ തന്നെ പരോക്ഷ നികുതി 2 ലക്ഷം കോടിയിലധികം വർദ്ധിപ്പിക്കാൻ ഈ പുതിയ ബഡ്ജറ്റ് ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് 8 ലക്ഷം കോടി രൂപയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ, അതായത് അന്താരാഷ്ട്ര നിലവാരത്തിൽ $125 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് ഇപ്പോൾ 25 രൂപയായി ഡോളറായി കുറഞ്ഞപ്പോൾ നികുതി വർധനവിൽ കൂടി, ഡ്യൂട്ടി നികുതി വർധനവിൽ കൂടി 8 ലക്ഷം കോടി രൂപയാണ് സർക്കാർ കൈവശം വച്ചിരിക്കുന്നത്. ആ 8 ലക്ഷം കോടി രൂപ ഉപഭോക്താക്കളിലേക്ക് പാസ് ഔട്ട് ചെയ്താൽ അതാണ് കമ്പനികൾക്ക് വില നിർണ്ണയിക്കാനുള്ള അവകാശം കൊടുക്കുമ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർനാഷണൽ പ്രൈസിലുണ്ടാകുന്ന മാറ്റം പ്രതിഫലിക്കും എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ 25-30 രൂപയ്ക്ക് ഡീസലോ പെട്രോളോ വിതരണം ചെയ്യാൻ പറ്റും. അതിനു പകരം ഈ 8 ലക്ഷം കോടി രൂപയും സർക്കാർ എടുത്തുകൊണ്ടാണ് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന ഓരോ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഡീസലിൻ്റെ നികുതി എന്ന് പറയുന്നത് ഗവൺമെൻറ് പെട്രോളിന് 61%, ഡീസലിന് 55%. ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബജറ്റാണ് കേന്ദ്ര സർക്കാരിൻ്റേതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറയുകയാണുണ്ടായത്. മറ്റു വാർത്തകളിലേക്ക്. BDJS NDAയുടെ ഭാഗമാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJPയുമായി സീറ്റ് ചർച്ചകൾ നടത്തുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. BJPയുമായുള്ള സഖ്യ ചർച്ചകൾക്കായാണ് വെള്ളാപ്പള്ളി നടേശൻ ദില്ലിയിലെത്തിയത്. കാരണം ഒരു ലയനം എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെന്ന് ലയിച്ചിരുന്നു എന്നാണ് പറയേണ്ടത്. ആ ലയനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ NDAയുടെ ഭാഗമാകേണ്ടതാണ്. ഭാഗമായോ? BJP ലയിക്കാറില്ല. NDAയുടെ ഒരു ഭാഗമാക്കണം ഞങ്ങൾ. ആ ഭാഗമാക്കിയ ശേഷമല്ലേ ഞങ്ങൾ അവരുമായിട്ടുള്ള ചർച്ചയുടെ പ്രസക്തിയുള്ളത്. അതാകട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കിയായി. മൂന്നാം ചേരിയിൽ നിന്നും NDA എന്ന തരത്തിലേക്ക് തീരുമാനമാക്കി. അതെ, മൂന്നാം ചേരിയല്ല, അതിന്റെ ഭാഗമാകുകയാണ്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. AKG സെന്ററിലാണ് യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് തുടർച്ചയായാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. കനയ്യയുടെ ജാമ്യ ഹർജിയിൽ ഇന്ന് ദില്ലി ഹൈക്കോടതി വിധി പറയും. കനയ്യക്കെതിരെ ചുമത്തിയ രാജ്യദ്രോഹ കുറ്റത്തിന്റെ നിയമസാധുത വാദത്തിനിടെ ദില്ലി ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കനയ്യയ്ക്ക് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് JNU. കനയ്യയ്ക്ക് സ്വാഗതം നൽകുന്ന പോസ്റ്ററുകൾ 2 ദിവസം മുമ്പേ വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ ഉയർത്തി. കന്നയ്യയുടെ ജാമ്യ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി ഇന്ന് വിധി പറയാനിരിക്കെ ജാമ്യം നേടി കന്നയ്യകുമാർ ക്യാമ്പസിലെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് JNU. തെളിവില്ലെന്ന് ദില്ലി പോലീസ് അറിയിച്ചതിനാൽ കോടതി കന്നയ്യയ്ക്ക് ജാമ്യം നൽകുമെന്ന് വിദ്യാർത്ഥികൾ ഉറച്ചു വിശ്വസിക്കുന്നു. തീഹാർ ജയിലിൽ നിന്നും തിരിച്ചെത്തുന്ന സഹപാഠിക്കായി വിദ്യാർത്ഥികൾ ഇന്നലെ അർദ്ധരാത്രി മുതൽ കാത്തിരിപ്പിലാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി രോഹിത് വെമുലയ്ക്ക് വേണ്ടി പോരാടിയ കന്നയ്യയ്ക്കായി
രോഹിത് ക JNU എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സ്വാഗതം എഴുതിയിരിക്കുന്നത്. കന്നയ്യയ്ക്ക് പിന്തുണ നൽകി പോരാട്ടം തുടരൂ, ഞങ്ങൾ നിനക്കൊപ്പം എന്ന് തുടങ്ങുന്ന സന്ദേശങ്ങൾ എഴുതിയ കത്തുകളും JNU അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിൽ വിദ്യാർത്ഥികൾ സ്ഥാപിച്ചു. വ്യാജ തെളിവുകളിലെ പോലീസ് നടപടി നിലനിൽക്കില്ലെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കന്നയ്യയ്ക്കും അതുപോലെ തന്നെ JNUവിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. Definitely we hope that he is going to be scot free because we all know that he is not guilty. Whatever sedition charges that are put against him are false. അതേസമയം കന്നയ്യയ്ക്കായി JNU മാത്രമല്ല ബീഹാറിലെ ബിഹാട്ട് ഗ്രാമം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണെന്ന് കന്നയ്യയുടെ സഹോദരൻ പറഞ്ഞു. घर पे अच्छे हैं और पूरा गांव मेरे साथ है, यहाँ तक कि आप पूरा देश अब मेरे साथ है, देश के बाहर के लोगों का भी साथ मिल रहा है. അനുചിതമായ സർക്കാർ നടപടിക്കെതിരെ വിദേശ സർവകലാശാലകൾ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും പ്രമുഖരുടെ പ്രതികരണങ്ങളും സമരപ്പന്തലിന് മുന്നിലുണ്ട്. കന്നയ്യ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചെന്ന് പോലീസ് കുപ്രചരണം നടത്തിയ അതേ വേദിക്ക് മുന്നിലാണ് മറുപടി നൽകി വിദ്യാർത്ഥികളുടെ നിലയ്ക്കാത്ത പ്രതിഷേധ സ്വരങ്ങൾ കന്നയ്യയ്ക്കായി കാത്തിരിക്കുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സോളാർ കമ്മീഷൻ ടെനി ജോപ്പനെ വിസ്തരിക്കുകയാണ്. സരിതാ നായരെ അറിയാമെന്ന് ജോപ്പൻ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. നിയമസഭയിൽ വെച്ച് സരിതയെ ജോപ്പനോടൊപ്പം കണ്ടു എന്ന് നസീറ ബീഗം എന്ന വനിതാ പോലീസ് ഓഫീസർ മൊഴി നൽകിയത് തെറ്റാണെന്നും ജോപ്പൻ കമ്മീഷനോട് വ്യക്തമാക്കി. അന്ന് ശെൽവരാജ് മുഖ്യമന്ത്രിയെ കണ്ടുവോ എന്ന് തനിക്കറിയില്ലെന്നും ജോപ്പൻ പറഞ്ഞു. തന്റെ മൊബൈലിൽ നിന്ന് മുഖ്യമന്ത്രി സരിതയെ വിളിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയെ കാണുന്നതിനായി മല്ലേലിൽ ശ്രീധരൻ നായർ വന്നപ്പോൾ താൻ ശ്രീധരൻ നായരെ കണ്ടിട്ടുണ്ടെന്നും ജോപ്പൻ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. താലൂക്ക് ലാൻഡ് ബോർഡ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ച ഭൂമിക്ക് സർക്കാർ ക്രമവിരുദ്ധമായി ഭൂപരിധിയിൽ ഇളവ് നൽകി. ഇടുക്കി പീരുമേട് ഹോപ്പ് പ്ലാന്റേഷനാണ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് മന്ത്രിസഭാ യോഗം ഇളവ് നൽകിയത്. റവന്യൂ രേഖയിൽ തരിശുഭൂമിയായി രേഖപ്പെടുത്തിയ 724 ഏക്കർ തോട്ടം മേഖലയ്ക്ക് നൽകുന്ന ഇളവ് അനുവദിച്ച് ഉത്തരവിറക്കുകയായിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. പീരുമേട് താലൂക്ക് ലാൻഡ് ബോർഡ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ ശുപാർശ ചെയ്ത കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ് സ്വകാര്യ തോട്ടം ഉടമയ്ക്ക് വിട്ടു നൽകാൻ തീരുമാനിച്ചത്. ഭൂമിക്ക് ഇളവ് നൽകിയുള്ള ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ 81(3) വകുപ്പ് പ്രകാരമാണ് ഇളവ് നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. തരിശുഭൂമിയെന്ന് സർക്കാർ രേഖയുള്ള ഭൂമിയാണ് തോട്ടം മേഖലയ്ക്ക് നൽകുന്ന ഇളവിൽ ഉൾപ്പെടുത്തി സ്വകാര്യ വ്യക്തിക്ക് നൽകിയത്. കോൺഗ്രസ് നേതാവിന്റെ ബന്ധു ഉടമയായ ഹോപ്പ് പ്ലാന്റേഷനാണ് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കാനുള്ള ലാൻഡ് ബോർഡിന്റെ നടപടിക്കെതിരെ കമ്പനി ഹൈക്കോടതിയെയും തുടർന്ന് സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ അനുകൂല വിധി ലഭിച്ചതുമില്ല. ഭൂപരിധിയിൽ ഇളവ് നൽകാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയിരിക്കുന്നതിനാൽ അന്തിമ തീരുമാനം സർക്കാർ തീരുമാനത്തിന് ശേഷം മാത്രമേ കൈക്കൊള്ളാവൂ എന്നുമാണ് കമ്പനി കോടതിയിൽ ആവശ്യമുന്നയിച്ചത്. ഇതനുസരിച്ചുള്ള അപേക്ഷയിൽ മേലാണ് മന്ത്രിസഭാ യോഗം വിവാദമായ തീരുമാനം കൈക്കൊണ്ടത്. 800 ഏക്കർ ഭൂമിയാണ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ പീരുമേട് താലൂക്ക് ലാൻഡ് ബോർഡ് തീരുമാനിച്ചിരുന്നത്. മിച്ചഭൂമിക്ക് ഇളവ് നൽകാനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ പാടില്ലെന്നിരിക്കെയാണ് സർക്കാർ ഹോപ്പ് പ്ലാന്റേഷന് ക്രമവിരുദ്ധമായി ഭൂപരിധിയിൽ ഇളവ് നൽകിയത്. ലെസ്ലി ജോൺ, ഇടുക്കി. ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറായി യോഗ്യതയില്ലാത്തയാളെ നിയമിക്കാൻ നീക്കം. ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഡോക്ടർ പി നസീറിനെയാണ് നിയമിക്കാൻ ഒരുങ്ങുന്നത്. നിയമനത്തിനെതിരെ ധനവകുപ്പും നിയമവകുപ്പും എതിർപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി. വ്യാപാരി സംഘടന നൽകിയ പരാതിയെ തുടർന്ന് വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർ പോലീസിൽ ഹാജരാകും. ശ്രീകുമാറിന്റെ മരണക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. 5 ലക്ഷം രൂപ മാത്രം സ്റ്റോക്കുള്ള അമ്പലപ്പുഴ സ്വദേശി ശ്രീകുമാറിന്റെ കടയ്ക്കെതിരെയാണ് 40 ലക്ഷത്തോളം രൂപയുടെ അധിക പിഴ ചുമത്തിയത്. വളരെ കൃത്യമായി വാണിജ്യ നികുതിയും മറ്റും അടയ്ക്കുന്ന ശ്രീകുമാറിന് വാണിജ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നികുതി നോട്ടീസാണ് ഇയാളുടെ ജീവനെടുത്തതെന്ന് സുഹൃത്തും സംഘടനാ നേതാക്കളും പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കച്ചവടക്കാരൻ്റെ ആകപ്പാട് സ്റ്റോക്ക് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ സ്റ്റോക്കുള്ള കച്ചവടക്കാരൻ ഇത്രയും നികുതി അടക്കണമെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെങ്ങ് നടക്കത്ത് മൊത്തം 40 ലക്ഷം രൂപയുടെ ഡ്യൂ ആണ് പുള്ളിയുടെ പേര് കാണിച്ചിരിക്കുന്നത്. ഈ മരണക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംഘടനാ ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിക്കഴിഞ്ഞു. കേരള സർക്കാരിന്, അദ്ദേഹത്തിൻ്റെ കത്തിങ്ങനെ തുടങ്ങുന്നത്, കേരള സർക്കാരിന് സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ പീഡനത്തിൽ സഹികെട്ട് ഞാൻ ജീവൻ കൊടുക്കുന്നു.
എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും മക്കളെയും ഉപദ്രവിക്കരുത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർ ബുധനാഴ്ച അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തെളിവുകൾ ഉദ്യോഗസ്ഥർക്കെതിരാണെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തിരികെ വാർത്തയിലേക്ക്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരുകയാണ്. 608 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം നാളെ വൈകിട്ട് സമാപിക്കും. കഴിഞ്ഞ സമ്മേളന കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് രണ്ടാം ദിവസവും തുടരുന്നത്. സന്നദ്ധ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ ഇടപെടലുകളിലും പരിസ്ഥിതി മേഖലകളിലും തുടങ്ങി യുവജന പ്രസ്ഥാനത്തിൻ്റെ ഓരോ ചലനങ്ങളും സമ്മേളനം ഇഴകീറി പരിശോധിക്കുന്നുണ്ട്. 49,51,604 അംഗങ്ങളുള്ള രാജ്യത്ത് വലിയ യുവജന മുന്നേറ്റമായി ഡിവൈഎഫ്ഐ മാറിക്കഴിഞ്ഞു. മികച്ച സന്നദ്ധ സംഘടനയ്ക്കും പരിസ്ഥിതി സംഘടനയ്ക്കുമുള്ള അംഗീകാരങ്ങൾ സംസ്ഥാനത്തെ UDF സർക്കാരിനു വരെ ഡിവൈഎഫ്ഐക്ക് നൽകേണ്ടി വന്നു. ഡിവൈഎഫ്ഐ വെച്ചുപിടിപ്പിക്കുന്ന വൃക്ഷത്തൈകളുടെ എണ്ണം ഒരു റെക്കോർഡാണ്. ആ പ്രവർത്തനത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ മികച്ച പരിസ്ഥിതി സംഘടനയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് ഒരു അവാർഡ് നൽകാറുണ്ട്. ആ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡിവൈഎഫ്ഐ ആണ്. ആ രംഗത്ത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് ഒരു അവാർഡ് നൽകി വരുന്നുണ്ട്. ആ അവാർഡ് നിശ്ചയിച്ച കാലം മുതൽ ആ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെടുന്ന സംഘടന ഡിവൈഎഫ്ഐ ആണ്. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സെമിനാറുകളും തിരൂരിൽ നടക്കുന്നുണ്ട്. വർഗീയ ഫാസിസത്തിനെതിരെ ഉണർന്നിരിക്കാൻ നിരന്തരം ആവശ്യപ്പെടുകയാണ് ഈ യുവജന പ്രസ്ഥാനം. 1,00,000 യുവാക്കളെ അണിനിരത്തിയുള്ള പ്രകടനത്തോടെയായിരിക്കും 13ാമത് സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങുക. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.